പാതിവില തട്ടിപ്പ് കേസിൽ കോടഞ്ചേരി ഗ്രാമശ്രീ മിഷനിലെ ഗുണഭോക്താക്കൾക്ക് നഷ്ടമായത് 1,70,00,000 രൂപയാണ്. സംഭവത്തിൽ കേസെടുക്കുന്നില്ല എന്നാരോപിച്ച് സ്ത്രീകൾ അവിടെ പ്രതിഷേധിച്ചു. കോഴിക്കോട് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ മുന്നിലാണ് പ്രതിഷേധമുണ്ടായത്. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ലെന്നാണ് ഇവരുടെ പരാതി. പാതിവില തട്ടിപ്പ് കേസിൽ കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം തട്ടിപ്പിനിരയായത് 200-ലധികം സ്ത്രീകളാണ്. പലരും കടം വാങ്ങിയാണ് ഈ പണം നൽകിയിട്ടുള്ളത്. കോടഞ്ചേരി ഗ്രാമശ്രീ മിഷനിലെ ഗുണഭോക്താക്കളാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 മുതലാണിത്. 130 സ്കൂട്ടർ, 86 ലാപ്ടോപ്പുകൾ എന്നിവ പാതിവിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 1,07,00,000 രൂപയാണ് തട്ടിയെടുത്തത്. പാതിവില തട്ടിപ്പ് കേസ് പ്രതികളായ അനന്തകൃഷ്ണനെയും ആനന്ദകുമാറിനെയും പ്രതി ചേർത്ത് കോടഞ്ചേരി പോലീസ് കേസെടുത്തു. മിഷൻ ചെയർമാൻ ജോയ് നെടുമ്പള്ളിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകൾ കോടഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചത്. പോലീസ് കൃത്യമായി നടപടിയെടുത്തില്ലെന്നും പരാതി. എല്ലാവരും ഓരോ ദിവസത്തെ പണി മെനക്കെടുത്ത് ഈ ഒറ്റയാഴ്ചയായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലുണ്ട്. എന്നാൽ ഇവർ ആദ്യം തന്നെ ഈ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ പണിയും മെനക്കെടുത്തി ഓരോരുത്തർക്കും ഓരോ ദിവസം കിട്ടുന്നത് കൊണ്ടാണല്ലോ ഞങ്ങളുടെ സ്കൂട്ടിയുടെ പൈസ പോയി. സ്വർണ്ണം അതും ഇതൊക്കെ പണയം വെച്ച് പെണ്ണുങ്ങൾ തന്നെ കൊണ്ടുപോയി സ്കൂട്ടി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ കൊടുത്തതാണ്. അത് എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ഒരു മാസമായി കൊടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ സ്ഥിരം കയറി ഇറങ്ങുവാണ്. ഇവർ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും വഞ്ചിക്കുകയായിരുന്നു പോലീസുമാർ. പ്രതിഷേധത്തിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ ചർച്ച. ഗ്രാമശ്രീ ചെയർമാന്റെ അക്കൗണ്ടിൽ നിന്നും പ്രതികൾക്ക് പണം കൈമാറിയതിന്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നായിരുന്നു പോലീസ് പ്രതിഷേധക്കാരെ അറിയിച്ചത്. അന്വേഷണം വൈകിയില്ലെന്നും പോലീസ് അറിയിച്ചു. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സ്ത്രീകളെല്ലാം പണം നൽകിയത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുന്നവരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും പാതിവില തട്ടിപ്പ് കേസ് അത് ഈ പറയുന്നത് പോലെ നിരവധി ഹർജികളുണ്ട്, നിരവധി കേസുകളുണ്ട്. അത് സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേസുമാണ്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത് പോലീസ് കൃത്യമായിട്ട് നടപടി എടുക്കുന്നില്ല എന്നാണ്. ഈ കേസുകളും പരാതികളൊക്കെ കൊടുത്തെങ്കിലും അത് കൃത്യമായി നടപടി ഉണ്ടാകുന്നില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്നൊരു ആക്ഷേപമാണ് ഇവിടുത്തെ ഉന്നയിക്കുന്നത്. കുറച്ചുകൂടി പ്രതികരണങ്ങൾ കാണാം. ഒരു 6 മാസത്തിനുള്ളിൽ തരുമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസാണ് പറഞ്ഞ് വന്നിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ജോയി ചേട്ടനോട് ചോദിച്ചു, ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ജോയി ചേട്ടൻ പറഞ്ഞു അത് അങ്ങനെ കള്ള ഇതാണ് വന്നേക്കുന്നത് അത് എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുക ചെയ്തത്. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ഫേക്ക് ന്യൂസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓരോ അഡ്വർടൈസ്മെൻറ്റ് പത്രത്തിലെ ഹെഡിങ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടു, ഇതിങ്ങനെ തട്ടിപ്പാണെന്ന് പറഞ്ഞ്. അന്നേരം സമയത്ത് നമ്മൾ ജോയി നെടുമ്പള്ളിയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ ഒരിക്കലും അല്ല ചേച്ചി അങ്ങനെയൊന്നും പേടിക്കേണ്ട, ചേച്ചിയുടെ ക്യാഷ് കിട്ടും, ചേച്ചിക്ക് സ്കൂട്ടിയല്ല വേണ്ടിയത്, അത് എന്താണേലും ഞാനുണ്ടെങ്കിൽ വാങ്ങിത്തരും എന്നുള്ള രീതിയിലാണ് പുള്ളി വളരെ സൗഹൃദ രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ പുള്ളി ഫോൺ എടുക്കാതെ ആയിട്ടുണ്ട്. ഞങ്ങളുടെ ക്യാഷ് കിട്ടുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകും. ക്യാഷ് അഥവാ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പരമാവധി പ്രതിഷേധമായിട്ട് മുന്നിൽ ഇറങ്ങും. കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് കേസ് കൊടുത്തത്. കേസ് കൊടുത്തിട്ട് യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതുകൊണ്ട് വീണ്ടും ഞങ്ങൾ വന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്ന് വീണ്ടും ചോദിച്ചു. അന്നേരം പിന്നെ ഞങ്ങളോട് സമയം മാറ്റി പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അങ്ങനെ പെറ്റീഷൻ കൊടുത്തതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴേക്ക് FIR ഇടുമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരവും കിട്ടിയില്ല. ഞങ്ങൾ ഇതിന് നീതി കിട്ടുന്നതോടെ വരെ ഞങ്ങൾ പ്രതിഷേധിക്കും. എനിക്ക് ലാപ്ടോപ്പാണ് 31,500 രൂപ അടച്ചു. ഇത് ഞങ്ങൾ പേപ്പറിലൊക്കെ ന്യൂസ് കണ്ടപ്പോഴാണ് അറിഞ്ഞത് തട്ടിപ്പായിരുന്നല്ലോ എന്നുള്ളത്. പണം സംഘടിപ്പിക്കാൻ പണയം വെച്ചു എടുത്തു എന്നുള്ളത്. ഇപ്പം പണയം ഇരിക്കുകയാണ്.